Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ വ്യത്യസ്തമായ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മത്തി തവ ഫ്രൈയുടെ റെസിപ്പിയാണ്. നമ്മൾ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മത്തി ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. ഒന്ന്, ഇത് വളരെ ടേസ്റ്റിയാണ്. രണ്ടാമത്, ഇത് വളരെ ഗുണമുള്ള ഒരു ഐറ്റം കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും മത്തി ഫ്രൈ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പി വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതുമാതിരി തന്നെ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾ തുടക്കം തുടങ്ങി അവസാനം വരെ ഫുള്ള് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ മാരിനേഷൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മാരിനേഷൻ ഉണ്ടാക്കുവാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 20 ഗ്രാം വാളംപുളി, വലിയ 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങളിനി സാധാരണ ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 3 ഇതൾ കറിവേപ്പില, വലിപ്പമുള്ള 6 കുഞ്ഞുള്ളി. ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6ന് പകരം 8ഓ 10ഓ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല പഴുത്ത തക്കാളിയുടെ 4/1, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അരമുറി നാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ മസാല അല്ലെങ്കിൽ മാരിനേഷൻ നമ്മളിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തിക്ക് കൺസിസ്റ്റൻസിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മിക്സ് ആവാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതിൽ മിക്സിയിൽ അടിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ മസാല എടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴുകിയെടുത്ത് നമ്മളുടെ മത്തി എടുത്ത് വെക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മൾ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് വരകളിട്ടുണ്ട്. അടുത്തായി നമ്മളുടെ മസാല നമുക്ക് ഇതിലേക്ക് ഇടാം. മസാല ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി. കാരണം നമ്മൾ അരമണിക്കൂർ മാത്രമാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അടുത്തായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 2 ഇതൾ കറിവേപ്പില നമുക്ക് സ്പ്രെഡ് ചെയ്ത് പാനിലേക്ക് ഇടാം. അടുത്തായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത മീൻ ഇതിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ മീൻ പാനിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിതെല്ലാം കറക്റ്റ് ടൈമിൽ ഒരേമാതിരി ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാനിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം സ്റ്റവ് എടുത്ത് ഓണാക്കി നമുക്ക് നമ്മുടെ പാൻ എടുത്ത് സ്റ്റവിലേക്ക് വെച്ച് ആദ്യത്തെ 1 മിനിറ്റ് നേരം നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു 1.5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റവിൻ്റെ ഫ്ലെയിം നമുക്ക് മീഡിയത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മൾ 5ന് പകരം നമ്മൾ 7 മിനിറ്റ് നേരം നമ്മുടെ മീൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് പാൻ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുമാതിരി ഇളകുന്ന മാതിരി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മറിച്ചിടാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ ഞാനിത് മറിച്ചിടുന്ന രീതി ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു നോൺ സ്റ്റിക്ക് പാൻ മസ്റ്റായിട്ട് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ മീനെ ഇൻഡിവിജ്വലി മറിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെങ്ങനെ മറിക്കാന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ പാനിൻ്റെ സെയിം സൈസിലുള്ളൊരു മൂടി നമുക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെക്കാം. എക്സസ് ഉള്ള ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് മീൻ മറിച്ചിടാൻ പറ്റുന്നതാണ്. അടുത്ത പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ഫിഷ് വീണ്ടും നമുക്ക് പാനിലേക്ക് ഇടാൻ പറ്റുന്നതാണ്. അടുത്തായി വീണ്ടും നമുക്ക് 1.5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ 6 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മീൻ ഇവിടെ റെഡി ആവുന്നതാണ്. ഗൈസ്, ഇത് കാണുമ്പോൾ കുറച്ച് കരിഞ്ഞ മാതിരി തോന്നുന്നുണ്ടെങ്കിലും ഇത് നമ്മളുടെ മസാലയാണ് ശരിക്കും പറഞ്ഞാൽ ആ കളറിലേക്ക് വന്നിരിക്കുന്നത്. മീൻ ഒട്ടും തന്നെ കരിച്ചവയോ ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞൊരു സ്മെല്ലില്ല. ഗൈസ്, അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിനും നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നതിനും അത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സൈഡും 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് മത്തി ഫ്രൈ നമുക്ക് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തായി ഗാർണിഷ് ചെയ്യാനായിട്ട് ചെറുതായി കട്ടിയെടുത്ത് 4 നാരങ്ങ, കുറച്ച് കറിവേപ്പില, കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മത്തി തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ മത്തി തവ ഫ്രൈ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രമാതിരി ടേസ്റ്റാണ്. നല്ല ഉപ്പും എരിവും പുളിയും എല്ലാം
കറക്റ്റ് ബാലൻസിങ് ആണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി ഇറക്കിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി ഗൈസ് നിങ്ങളുടെ സീ ഫുഡ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. അതുമാതിരി വീഡിയോയ്ക്ക് ഓരോ ലൈക്സും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, അഡ്ലൈസ് യു വിത്ത് ഡിഫറെന്റ് വീഡിയോ. ബൈ.